എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കടുത്ത ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പദവി രാജിവെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് പാലക്കാട് MLA സ്ഥാനം കൂടി രാജിവെക്കുക എന്നാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള വലിയ രീതിയിൽ മുറവിളികൾ ഉയരുന്നുണ്ട്. പക്ഷേ എന്തിനാണ് രാജിവെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പറയുക, ഇവിടെ കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് 7-8 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പാലക്കാട് വീണ്ടും ഇൻ കേസ് ഈ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെച്ചാൽ പോലും പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തിനായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പാർട്ടിയിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതായത് തന്നെ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ ഗോഡ് ഫാദറായ VD സതീശൻ പോലും കൈവിട്ടു. അപ്പോൾ ഈ VD സതീശനായിട്ട് നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ വലിയ രീതിയിൽ അകന്നിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അൻവറിനെ പോലെയുള്ള ആൾക്കാർ പാർട്ടിക്കാരുടെ വോട്ടോ അവരെ ഒരു കാരണവശാലും UDF എടുക്കില്ല എന്ന്. പക്ഷേ രായ്ക്ക് രാമാനം ഈ രാഹുൽ മാങ്കൂട്ടം VD സതീശൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ ഈ അൻവറിനൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയത്തൊക്കെ വലിയ ആള് ചമയാനാണ് ഈ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് ഈ VD സതീശനും ഈ രാഹുൽ മാങ്കൂട്ടം തമ്മിൽ തെറ്റുന്നത്. അപ്പോൾ അവർ രണ്ട് ധ്രുവങ്ങളിലാണ്. പിന്നെ തനിക്ക് പാർട്ടിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും വേണ്ടുന്ന സമയത്ത് എല്ലാവിധം ചെയ്തു തന്ന ഷാഫി പറമ്പിൽ MP ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് വന്നതിന് ശേഷം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരക്ഷരം രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിനിധിക്കാനോ സോഷ്യൽ മീഡിയ വഴി ഒന്നും ഒരു വാചകം പോലും ഉരിയാടിയിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും നാറ്റ കേസായതുകൊണ്ട് ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അടുപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരാളും ഒരു ക്യാമ്പയിനോ അങ്ങനെയുള്ള ഒരു ഇതിനും അടുപ്പിക്കില്ല. അടുപ്പിച്ചെങ്കിൽ സ്ത്രീകൾ വോട്ട് കിട്ടില്ല. അത് മാത്രമല്ല CPM BJPയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ഇത് വലിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രശ്നം പാർട്ടിക്ക് മൊത്തത്തിൽ നാണക്കേടായിരിക്കുകയാണ്. ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ എന്നേക്കുമായി അവസാനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കേരള പൊളിറ്റിക്സിൽ കേരള രാഷ്ട്രീയത്തിന് നിലനിൽക്കണമെങ്കിൽ ഇനി ഒരേ ഒരു മാർഗം മാത്രമേ മുന്നിലുള്ളൂ. കോൺഗ്രസ് വിട്ട് CPM ചേരുക. CPM ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വൃത്തികെട്ട പരിപാടികൾക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കുളി കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പാപമുക്തി ലഭിക്കും CPM ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ മുന്നിലുണ്ട്. ഈ മുകേഷിലെ സിനിമ നടൻ MLA മുകേഷിനെതിരെ വലിയ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങൾ സിനിമ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, സിനിമയ്ക്ക് വെളിയിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വലിയ രീതിയിലുള്ള മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഓഡിയോ ഒക്കെ അടുത്ത കാലത്ത് റിലീസായിരുന്നു. ഒരു യുവതിയായിട്ടൊക്കെയുള്ള ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്ന വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. പക്ഷേ CPMൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നു കഴിഞ്ഞാൽ എല്ലാ പാപക്കറകളും കഴുകിക്കളയാം. വേണമെങ്കിൽ അടുത്ത് ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അസംബ്ലി ഇലക്ഷനിൽ നിർത്തിയിട്ട് ജയിപ്പിച്ചു തരും CPM. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ശോഭിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗം CPMലോട്ട് പോകുകയെന്നാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില അനൗദ്യോഗികമായിട്ട് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം AK ബാലനായിട്ട് ഒരു റൗണ്ട് ചർച്ച നടത്തി എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ AK ബാലനാണ് ഇങ്ങനെയുള്ള കോൺട്രവേഴ്ഷ്യൽ ഫിഗേഴ്സിനൊക്കെ പെട്ടെന്ന് പാർട്ടിയിലൊക്കെ അടുപ്പിക്കുന്നത്. അത് അവർക്ക് എങ്ങനെ പാർട്ടിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വലിയ എന്താ പറയുക നല്ല സാമർത്ഥ്യമുള്ള ഒരാളാണ് AK ബാലൻ. നമുക്കറിയാം സന്ദീപ് വാര്യർ BJP വിട്ടിട്ട് ആ സമയത്തൊക്കെ വലിയ രീതിയിൽ CPMലോട്ട് പോകും, കോൺഗ്രസിലോട്ടോട്ടും പോയത്. പക്ഷേ CPMലേക്ക് പോകുമെന്നാണ് ആ സമയത്തിൽ വലിയ രീതിയിലുള്ള മാധ്യമങ്ങൾ ചർച്ചകളൊക്കെ വന്നിരുന്നു. അതായത് AK ബാലനായിട്ട് സംസാരിക്കുന്നു, MB രാജേഷായിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത്. അത് രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തോട്ടെ, അതൊന്നും വിഷയമൊന്നുമില്ല. പക്ഷേ അവർക്ക് പൊളിറ്റിക്കലി കോൺഗ്രസിന് അടിക്കാനും ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് ഒരു ഡാമേജ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകും, പാർട്ടിയിലോട്ട് കൊണ്ടുപോകുന്ന MLA ആയിട്ട് MLA ആക്കും വേണമെങ്കിൽ അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ പാപക്കറയൊക്കെ കഴുകി കളയണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം CPM മാത്രമാണ്. നമുക്കൊരു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒഫീഷ്യലായിട്ട് ഒരു പരാതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പുള്ളി രാജിവെച്ചു. ഇപ്പോൾ ശരിക്കും CPMലാവണം ഒരിക്കലും സംഭവിക്കില്ല, രാജിവെക്കില്ല. പക്ഷേ അവർക്ക് ബേസിക്കലി ഇങ്ങനത്തെ ധാർമ്മിക മൂല്യങ്ങളൊന്നും അവർക്കില്ലാത്ത കാരണം അതിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ മുകേഷും ഇവരൊക്കെ രാജിവെക്കണ്ടേ? ഇവരെ പല നേതാക്കന്മാർക്കെതിരെ പല ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. എന്തിനും മുഖ്യമന്ത്രിക്കെതിരെ പോലും എന്തോരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവർക്ക് അതൊന്നും വിഷയമൊന്നുമില്ല. അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇതിനൊക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ പുട്ടിയടിക്കാൻ വേണ്ടിയിട്ടുള്ള പല സംവിധാനങ്ങൾ, പല ലേയേഴ്സ് ആയിട്ടുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം CPMൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം രാഹുൽ മാങ്കൂട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധിയും മറികടക്കാൻ പറ്റും. 2026 നടക്കുന്ന ഇലക്ഷനിൽ വേണമെങ്കിൽ മത്സരിച്ച് MLA പോലും ആകാൻ പറ്റും. അപ്പോൾ ഈ AK ബാലനായിട്ട് സംസാരിച്ചെന്നൊരു വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നില്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ട്രോളുകളും പുറത്തു വരുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം AK ബാലനെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ അടുത്താണല്ലോ ലോകത്തിൽ തീവ്രത അളക്കാവുന്ന എഞ്ചിനുള്ള മെഷീനുള്ള ഒരേ ഒരു പാർട്ടി ഇന്ന് ലോകത്തിൽ നിലവിൽ CPM മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പേർട്സാണ്. അതായത് ആ എഞ്ചിൻ ഉപയോഗിക്കാൻ അറിയുന്ന രണ്ട് ആളാണ്, ഒന്ന് AK ബാലനും പിന്നെ ഒന്ന് PK ശ്രീമതി ടീച്ചറും. ഇവർ CPMലെ പല ആൾക്കാരുടെ എന്താ പറയേണ്ടത് ഈ തീവ്രത അളന്ന്
തിട്ടപ്പെടുത്തി, അതായത് കറക്റ്റ് ഒരു ഇഞ്ച് പോലും വ്യത്യാസപ്പെടാതെ, അതായത് ഒരു വാല്യൂ പോലും കുറവോ കൂടുതലാവാതെ അത്രയും കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ അറിയുന്ന രണ്ട് ആൾക്കാരൊന്നും എ കെ ബാലനും ശ്രീമതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ടാകാം ചിലപ്പോൾ എ കെ ബാലനെ കണ്ടത് എന്നുള്ള ട്രോളുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും CPM-ലോട്ട് പോയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് നോക്കും. അപ്പോൾ ഇന്നലെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ പല സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ ഈ പരാതി ആ സ്ത്രീകളെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇവിടെ പല ആൾക്കാരും പൊളിറ്റീഷ്യൻസും ഇങ്ങനെ സ്ത്രീപീഡന കേസിലും ഇതിലൊക്കെ ആയിട്ടും അവർ ഇപ്പോഴും ഒരു പ്രശ്നമില്ലാണ്ട് പൊളിറ്റിക്സിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കും ഇതൊന്നും ഒരു വലിയ വിഷയമല്ലാത്ത രീതിയിലാണ് പല സ്ത്രീകളായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചിരിക്കുന്നത്. അതായത് അവരെ നിർബന്ധിച്ച് അവരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ കറിവേപ്പിലാക്കി കളയുന്ന, അതായത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം എന്താ പറയുക, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഞാൻ പൊതുപ്രവർത്തനമാണ്, അതായത് ഫുൾ ടൈം പൊതുപ്രവർത്തനത്തിലായിരിക്കും, അപ്പോൾ കുടുംബം ഇതൊന്നും എനിക്ക് ശരിയാവില്ല, പക്ഷേ എനിക്ക് തൻ്റെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തോന്നുമ്പോഴൊക്കെ നീ വന്നത് സാധിച്ചു തരണം, അത്തരത്തിൽ രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ എ കെ ബാലൻ്റെ അപ്പോൾ ഈ എ കെ ബാലൻ്റെ കൂടെ സംസാരിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം തന്നെ തീവ്രത അത് തിട്ടപ്പെടുത്തി CPM-ന് ഇത് ബോധ്യമായി എന്നുള്ള വലിയ രീതിയിൽ ട്രോളുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് സന്ദീപ് വാര്യർ വലിയ രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു CPM-ലോട്ട് പോകുമെന്ന്. അപ്പോൾ ചിലപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ട്രോളെന്ന് വെച്ചാൽ അന്ന് സന്ദീപ് വാര്യർ പോയിട്ട് സന്ദീപ് വാര്യർ ഫെയിലായി, അതായത് അവർ തീവ്രത അളന്നപ്പോൾ ആ ടെസ്റ്റിൽ എ കെ ബാലൻ്റെ ടെസ്റ്റിൽ സന്ദീപ് വാര്യർ പരാജയപ്പെട്ടു, അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ CPM-ലോട്ട് പോകാതെ കോൺഗ്രസിലോട്ട് പോയത് എന്ന്. അപ്പോൾ എന്ത് തന്നെയാലും കേരള രാഷ്ട്രീയത്തിൽ ഇനി എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിന് നിലനിൽക്കുന്ന ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ എ കെ ബാലനൊക്കെ ആയിട്ട് ചർച്ച നടത്തി. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ പുറത്തു വരും. അപ്പോൾ ഈ കോൺഗ്രസിലെ ആൾക്കാരനെ സന്ദീപ് വാര്യറും ഷാഫി പറമ്പിലിനെ പോലെ ആൾക്കാർ തന്നെ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വിടും. അത് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇത് ഇട്ടിക്കേണ്ടത് ഷാഫി പറമ്പിലിൻ്റെ കൂടെ ആവശ്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു, ഈ എന്താ പറയുക, ഷാഫി പറമ്പിൽ അവിടെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, സന്ദീപ് വാര്യറൊക്കെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഷാഫിക്ക് എല്ലാം എന്തുകൊണ്ട് വഴി എളുപ്പമായി, ഇനി ഒന്നും നോക്കണ്ട, ഷാഫിക്ക് ധൈര്യമായിട്ട് അവിടെ മത്സരിക്കാം, ആ സീറ്റിൽ ഇനി വേറെ ക്ലെയിം വരില്ല, ഞാൻ സന്ദീപ് വാര്യർക്ക് സൈഡാക്കും, അന്ന് വിഷയമല്ല അവർക്ക്. അപ്പോൾ എല്ലാം കൂടി കൂട്ടുവയ്ക്കണമെങ്കിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഷാഫി പറമ്പിൽ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം CPM-ലോട്ട് പോകുമോ, ഈ തീവ്രത ടെസ്റ്റിൽ പരാജയപ്പെട്ടോ വിജയിച്ചോ എന്ന് വരും ദിവസങ്ങൾക്ക് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം, മറ്റൊരു വീഡിയോ കാണാം.